കോൺഗ്രസ് മനസ്സുള്ളവരാണ് കേരള കോൺഗ്രസ്സുകാരെന്ന് എപ്പോഴും പറയുമല്ലോ. അവർക്കൊന്നും ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ കൂടെ LDFിൻ്റെ കൂടെ നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളൂ. പക്ഷേ അങ്ങനെയല്ല. മലയോര മേഖലകളിൽ ഇപ്പോൾ ഇടുക്കിയിലൊക്കെ വലിയ മാറ്റം കേരള കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഈ പാലാ മേഖലയിൽ എത്ര ആൾക്കാരാണ് ജോസ് കെ മാണീൻ്റെ കൂടെ വരുന്നത്. വലിയ രീതിയിലൊരു മാറ്റം അവിടെ സംഭവിക്കുന്നത്. അപ്പം കേരള കോൺഗ്രസ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിന് കോൺഗ്രസിന് അനുകൂലമായൊരു നിലപാട് ഒരു പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടി കേരള കോൺഗ്രസ് എമ്മിനെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം വലിയ രീതിയിലുള്ള അടിസ്ഥാന വികസനം അടിസ്ഥാന ലെവലിൽ പാർട്ടിക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഇതുപോലെയുള്ള പ്രവർത്തനം ഇപ്പോൾ തിരുവനന്തപുരത്ത് BJPക്ക് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം രാജീവ് ചന്ദ്രശേഖരൻ പ്രസിഡന്റ് ആയതിനു ശേഷം അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രസിഡന്റ് സ്ഥാനം V മുരളീധരനെ വെച്ച് നോക്കുമ്പോഴും അല്ലെങ്കിൽ K സുരേന്ദ്രനെ വെച്ച് നോക്കുമ്പോൾ എത്ര രീതിയിൽ ഇറങ്ങിത്തരും ഏത് ജനങ്ങൾ നേതാക്കന്മാരിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്നുണ്ട്. ബൂത്തിൽ പല ആൾക്കാർക്കും അറിയില്ല. കാരണം ഈ K സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ V മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ശ്രീധരൻപിള്ളയെ സംബന്ധിച്ചിടത്തോളം ഒരു ബൂത്തിൽ ചെന്നിട്ട് ആ നേതാവിന് പേരെടുത്ത് വിളിക്കാനുള്ള അറിവുണ്ടായിരുന്നു. ആ ഒരു സംവിധാനം ഈ പറഞ്ഞ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇത് BJP സംവിധാനത്തിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പല ബൂത്തുകളിലും അങ്ങനെയാണ് നടക്കുന്നത്. ജില്ലാ നേതാക്കന്മാർക്ക് അറിയില്ല എന്നുള്ളതല്ല. പ്രസിഡന്റ് നേരിട്ടല്ല, ഇപ്പോൾ അത് മറ്റൊരു പ്രൊഫഷണൽ രീതിയിലേക്ക് മാറ്റി ഓരോ സ്ഥലത്തും ഇത് കോർപ്പറേറ്റ് കമ്പനി അല്ലല്ലോ നടത്തിക്കൊണ്ട് പോകുന്നത്. ഇത് പാർട്ടിയാണ്, നാഷണൽ പാർട്ടിയാണ്. അതിനനുസരിച്ചുള്ള മാറ്റവും വരും. അല്ല, അതാണ് നോക്കാം നമുക്ക്.